ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ദിനം കൊടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഈ മസാജിലിരിക്കുമ്പോണ്ടല്ലോ ഒരു നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. ഹലോ, ഹാപ്പി ഫ്രൈഡേ. അപ്പോൾ വീക്കെൻഡാണ്. വീക്കെൻഡ് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാർജയിലേക്ക് പോവാണ്. ഷാർജയിലേക്ക് പോകുമ്പോൾ നമ്മൾ 2-3 പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു ഷെജർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനറ്റ് ഉണ്ട്, അതായത് ഒരു നഴ്സറി ഉണ്ട്, അതൊന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് സഫാരിയിൽ എന്തോ പ്രൊമോഷൻ ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ട്, അപ്പോൾ അതവിടെ ജസ്റ്റ് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം. എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് കാര്യങ്ങൾ നടത്താം. പിന്നെ ജസ്റ്റ് ആസ് യൂഷ്വൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണം. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ. രാവിലത്തെ ഒരു ഫ്രഷ് കോഫിയോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. ഇനി നമുക്ക് നേരെ ഷാർജയിലെത്തിയിട്ട് കാണാം. പൊതുവെ ഷാർജയുടെ റെസിഡൻസി ഏരിയയുടെ ഉള്ളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവും. അധികം വാഹനങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു അടിപൊളി ഡ്രൈവ് എൻജോയ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ഏരിയാസാണ് ഷാർജയുടെ റെസിഡൻസി ഏരിയയിലുള്ളത്, പ്രത്യേകിച്ച് മുവൈല ഏരിയയിൽ കേട്ടോ. ഇപ്പം നമ്മൾ പോയി പ്രവേശിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പല യൂണിവേഴ്സിറ്റികളുണ്ട്. കറക്റ്റ് പേര് എനിക്കറിയില്ല. ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടെന്നുള്ള എനിക്കറിയാം. പിന്നെ കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ടില്ല. ബോയ്സിന് വേറെ ഗേൾസിന് വേറെ അങ്ങനെയൊക്കെയാണ് അവിടെ യൂണിവേഴ്സിറ്റികൾ ഉള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന റൗണ്ട് ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലെ റൗണ്ട് ബോട്ടാണ്. ഈ റൗണ്ട് ബോട്ടിൽ നിന്ന് ലെഫ്റ്റിൽക്കും റൈറ്റിൽക്കുമാണ് യൂണിവേഴ്സിറ്റികൾ ഉള്ളത്. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ പ്രവേശിക്കാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുവൈല ഏരിയയിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതൊരു ആറട പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ, ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഗ്രീനറിയാണ്. നമ്മുടെ നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു പ്രതിനിധി. 2 സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപ്പ് വെച്ചിട്ട് പുല്ലുകൾ, മരങ്ങൾ, വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഷെജർ എന്ന് പറയുന്ന ഒരു നഴ്സറിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സീഡുകൾ വെച്ച് ചെടികൾ ഉണ്ടാക്കി അതിനെ മരങ്ങളാക്കി മാറ്റി ആ മരങ്ങളെ ട്രീറ്റ് ചെയ്ത് വേണ്ട സ്ഥലങ്ങളിലേക്ക് ഒരു ഏകദേശം 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ വേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരത് ആ മരങ്ങളെ റീപ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് കാണിക്കാത്തത്. പക്ഷേ ഇവിടെ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്കൊരു വത്തായിരിക്കും അത്. പിന്നെ എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയയാണ്. ഇവർ അടിപൊളി സർവീസ് ഉണ്ട്, ബഗ്ഗി സർവീസ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഓൺലൈൻ വഴി ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ഈ നെക്സ്റ്റ് പരിപാടി വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പാണ്, എന്തെങ്കിലും പോയിട്ട് കഴിക്കണം. അങ്ങനെ ഷാർജ മുവൈല എന്ന് പറയുമ്പോൾ അതൊരു ഫുഡിൻ്റെ ഹബ്ബ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മളവിടെ കയറി ഒരു കടയിൽ കയറി നമുക്ക് അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു അവിൽ മിൽക്ക്. നമ്മൾ വെറും ഒരു കോഫി കുടിച്ച് വന്നതല്ലേ, അപ്പോൾ ആർക്കും കാര്യമായിട്ട് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു എങ്കിൽ അവിൽ മിൽക്ക് ആവാം പറഞ്ഞിട്ട് ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്ത് നേരെ വിട്ട് സഫാരിയിൽ കേട്ടോ. സഫാരിയിൽ എന്തോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വണ്ടി പാർക്കിങ്ങിലുണ്ട്. ഇന്ന് നേരെ മുകളിൽ കയറാൻ പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഗേറ്റ് തുറന്ന് അങ്ങനെ സഫാരിയിൽ വന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കുട്ടിയുടെ പ്ലേ ഏരിയയിലൊന്ന് പോയി കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത്. ഫ്രൈഡേ ആണല്ലോ, ഇന്നത്തെ ദിവസം കളറാക്കണം. വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് ഓഫ് ഡേ കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തമില്ലാതെ അങ്ങനെ കിട്ടുന്ന തിരിയണ ഒരു സൈസ് ആൾക്കാരാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെറുതെ പോവാ, എവിടെയെങ്കിലും പോവാ, അങ്ങനെ എടുത്തൊരു മെൻറ്റാലിറ്റിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ 10ായത്ത് കയറിയിരിക്കുകയാണ്. ഉച്ചക്കത്തെ സദ്യക്ക് ഏവൻ തന്നെ അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, പരിപ്പിൻ്റെ തോരനുണ്ട്, പയർ തോരനുണ്ട്, കപ്പപ്പുഴുക്കുണ്ട്, ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മീൻകറിയുണ്ട്. സബാഷ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പുറത്ത് നമ്മുടെ മസാജിങ് ചെയർ ഇരിക്കുന്നത്.
പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഡ്രംസ് ഇട്ട് മസാജിങ് ചെയറിലൊന്ന് കയറി കുറച്ച് നേരം ഒരു മസാജൊക്കെ കൊടുത്ത് നമ്മൾ ഇനി ഷാർജയിൽ നിന്നും തിരിച്ച് കോർഫ്ഗാനിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി നാളെ മുതൽ നമുക്ക് ഡ്യൂട്ടി ചാലുമായി. അങ്ങനെ ഈ ഒരു ഫ്രൈഡേ കളറാക്കാൻ പറ്റി എന്നുള്ളൊരു ആത്മനിർവൃതിയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ യുഎഇയുടെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് ആഴ്ചകളിൽ ഇങ്ങനെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കാം. ഷജർ എന്ന് പറഞ്ഞ ആ ഒരു നഴ്സറി ആരും മിസ് ഔട്ട് ചെയ്യണ്ട, എല്ലാവരും പോയി വിസിറ്റ് ചെയ്തോളൂ, വർത്താണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ സൈനിങ് ഓഫ്. ഇനി അടുത്തതായിട്ടൊരു നല്ലൊരു വിശേഷങ്ങളോട് കൂടിയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.